ഹലോ റീനു. എന്താണ് ഭയങ്കര ബിസിയാണല്ലോ. പേടിക്കണ്ട, ഗേൾ ഫ്രണ്ട് ഒന്നല്ല. എടാ നിങ്ങളുടെ TFCയിലെ 8 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മീല് സെർച്ച് ചെയ്യോ? ഇവിടെ ഏറ്റവും ബെസ്റ്റ് ബർഗേഴ്സ് ആണ്. എങ്കിൽ നീ ഒരു 8 ബർഗർ മീല് ഞങ്ങളുടെ ഓഫീസിന്റെ അവിടേക്ക് ഒന്ന് ഡെലിവർ ആക്കോ. എടി ഹൈടെക് സിറ്റിയുടെ അവിടെ ഡെലിവറി അത് കുഴപ്പമില്ല, ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യുടാ. താങ്ക് യു. എടി സൂക്ഷിച്ചു പിടിക്കണേ. ഞാൻ കരവാളിച്ചല്ലോ. അത് ഇത്രയും ദൂരം വെയിലൊക്കെ കൊണ്ട് ബൈക്ക് ഓടിച്ച് വന്നതല്ലേ. എടാ ഞങ്ങളുടെ ഫ്ലോറിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്. ഇപ്പൊ അവിടെ റെഗുലറായിട്ട് ഹയറിംഗ് നടക്കുന്നുണ്ട്. അവിടുത്തെ HR എൻ്റെ ഫ്രണ്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റെസ്യൂം എനിക്ക് അയക്ക്, ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്യാം. ശമ്പളമൊക്കെ കുറവായിരിക്കും. അല്ല നിനക്ക് താല്പര്യമുണ്ടേ? താല്പര്യമുണ്ട്. ഞാൻ റെസ്യൂം അയക്കാം. എന്നാ അയക്ക്. പിന്നെ അന്ന് പബ്ബിൽ നടന്ന വല്ല ഓർമ്മയുണ്ടോ? ഒരു മിന്നായം പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാനന്ന് കുറച്ച് ഓവറാക്കിയല്ലേ. കുറച്ചൊന്നും അല്ല. ഇനി മേലെ നിങ്ങളോട്ടൊരു പരിപാടി ഇല്ലെന്നാ കാർത്തിക പറഞ്ഞേ. ഒരു സെക്കൻഡ് പിടിക്കണോ? ആദി അതെ വരുന്നു. ഒരു 2 മിനിറ്റ്. ആദി എടാ എത്രയാടാ? 2300. 2500 ഉണ്ട്. ആദി റീനുവിന്റെ ബോയ് ഫ്രണ്ട് ആണല്ലേ? സച്ചിൻ എന്ത് തോന്നുന്നു? എനിക്ക് നിങ്ങൾ നല്ല മാച്ചായിട്ട് തോന്നി. ആണല്ലേ? ബൈ. എങ്ങനെയുണ്ട് സുബന? നല്ല ടേസ്റ്റ് ഉണ്ട്. TFC റീനു അങ്ങനെ കണ്ടുപിടിച്ചു? നമ്മുടെ സച്ചിനല്ലേ, അവൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഏത് സച്ചിൻ? Did I miss something? നമ്മളൊന്ന് കല്യാണത്തിനുണ്ടല്ലേ, അവരുടെ കൂടെ ഞങ്ങൾ തിരിച്ചു പോന്നേ. Everybody stop eating. I think it's poisoned. JK, just kidding. കഴിക്കൂ. ശ്രീനി, have it. എന്റെ പൊന്നാദി, ചില സമയത്ത് നിന്റെ JK അടി ഉണ്ടല്ലോ, രസമുണ്ട്. റീനു, ആ പയ്യന്റെ പേരെന്താന്ന് പറഞ്ഞ? സേവാകോ? സച്ചിൻ. വാട്ട് എവർ. റീനുവിന് ഇപ്പോഴും അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നുള്ളത് വാസ് ക്വൈറ്റ് ഷോക്കിംഗ് ഫോർ മീ. ആദ്യം ഇപ്പോഴും അന്നത്തെ ആ ഗ്രഡ്ജ് മനസ്സിൽ വെക്കുന്നുണ്ടല്ലേ? ഗ്രഡ്ജ്? വാട്ട് ഈസ് ദാറ്റ്? എനിക്കത് എന്താണെന്ന് പോലും അറിയില്ല. എന്റെ ആദ്യം എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ എന്റെ സ്കൂൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാ തോന്നുന്നത്. ഇങ്ങനത്തെ തല്ലിപ്പള്ളി സ്കൂളൊക്കെ എപ്പോഴും നാട്ടിലുണ്ടല്ലേ? ഗവൺമെന്റ് അതൊന്നും നിർത്തലാക്കില്ല? ചുമ്മാ വഴക്കിന് വരല ആദ്യം. ഓ ഹോൾഡ് യുവർ ഹോഴ്സസ്. റിയലി? റീനുവായിട്ട് വഴക്കോ? നോ വേ. ഹേ വിഘ്നേഷ്, அந்த பர்கர் எப்படி இருந்தது? அடையா மச்சான், நீ வேற. அந்த பாலா போன பர்கர் திறந்து வயிறுலாம் வலின்னு வலிச்சுன்னு இருக்குது. 2-3 தடவை ரெஸ்ட் ரூம் போயிட்டு வந்துட்டேன். Slight headache, you know. Vignesh, you have aspirin, right? பேக்ல இருக்கு மாட்டா. Keep it. ஆதி, டெசமானிமே ஆஸ்பிரின் வேணுமா என்ன? Medicine parana. എടാ ഒറ്റ സെക്കൻഡ്. ആടാ. ഹലോ, നാട്ടിൽ പോവാണോ? അതെ. എന്തു പറ്റി പെട്ടെന്ന്? പെട്ടെന്നൊന്നുമില്ല, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന. ആണോ? പിന്നെ നീ ഇന്നലെ തന്ന ബർഗർ കഴിച്ചിട്ട് എനിക്ക് വയറിനൊരു സുഖമില്ല. ലൂസ് മോഷൻ അടിച്ചെനിക്ക്. അയ്യോ, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. TFCന്ന് ഇതുവരെ ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ആർക്കും. അത് വിട്, ഞാനേ നിന്നെ വിളിക്കാം. ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ്. സേലം എടുക്കാറായി. സേലോ? അല്ല, ഞാനും സേലത്തുണ്ട്. ശരി, വെക്കുവാ. അല്ല, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ശരി. പൈസ ഞാൻ
ഞാൻ പോയിട്ട് വരാം. നീ വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ പോയിട്ട് വരാം. ശരി ശരി. എടാ താങ്ക്സ്. ആ നീ ഇനി എങ്ങനെയാ നീ പോകുന്നേ? കേറിക്കോ കേറിക്കോ. ആ, ഞാൻ പോകോളാം. ആ, ശരി. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഞാനേ വിളിക്കാം. ആ ശരി. ഹലോ, ഹലോ ആരാ? ആരാന്നോ? എടാ ഞാൻ റീനുവാ. അയ്യോ അതെ, ഫോണിന്റെ ഡിസ്പ്ലേ വീണപ്പോ പൊട്ടി, അത് കാരണം പെട്ടെന്ന് മനസ്സിലായില്ല. ആ എടാ നീ തിരിച്ചു പോയായിരുന്നോ? ഇല്ല. അപ്പൊ ഇപ്പോഴും നീ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാ? അല്ല, പിന്നെ ഞാൻ ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ചാടി കയറി. എന്തിന്? അല്ല, എന്തായാലും ഇവിടെ വരെ എത്തി. അപ്പൊ നാട്ടിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ച്. സച്ചിന നീ എന്ത് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നേ? ഓടുന്ന വണ്ടി ചാടിക്കറി വല്ല ആക്സിഡന്റും പറ്റിയിരുന്നെങ്കിലോ? അല്ല, അതിനൊന്നും പറ്റില്ലല്ലോ ഇപ്പോ. എടി ഞാനേ വിളിക്കാം, ഞാനിവിടെ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ശരി. എടാ നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഇതിൽ കയറിക്കോ. ആ അത് ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കാൻ വരെയായിരുന്നു. അത് കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? കുഴപ്പമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ടി.ടിനോട് പറഞ്ഞു നോക്കാം. ഏതായാലും നീ വാ. ആ ശരി. ആ ശരി. ആ നിക്ക് നിക്ക്. കേറുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. എന്താ? ഈ മരുന്ന് എനിക്ക് തരാൻ വേണ്ടിയിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? അതെ, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. അല്ല, എന്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് റീനുവിനെ പോലത്തെ നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടാ. അല്ല, ഞാൻ തന്ന ബർഗർ കഴിച്ചിട്ടല്ലേ ഈ അവസ്ഥയിലായത്. ശരി, ഈ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ? അതെന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അല്ല, നാട്ടിൽ പോയിട്ട് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ആലോചിക്കാൻ സമയം വേണോ? അല്ല, എന്റെ വിസ രണ്ടാമത് അപ്ലൈ ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഏജൻസിക്കാർ വിളിച്ചിരുന്നു. മൊഴിയെടുപ്പ് കഴിഞ്ഞെങ്കിൽ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? ബാബക്കോ. ആ നമസ്കാരം. നീ എന്താ കാണിക്കുന്നേ? അല്ല, AC കമ്പാർട്ട്മെന്റിൽ എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല സിസ്റ്ററെ. ഇത് എവിടെയത്? അവിടെ. പൊക്കോ പൊക്കോ. ഇത് ഇവിടെ ഇവിടെ ഇവിടെ. ആ നീ ആ മരുന്ന് കഴിച്ചില്ലേ? അയ്യോ ഇല്ല. അടുത്ത് കഴിച്ചത്. ചേട്ടാ, ഇത് എങ്ങനെ കഴിക്കണ്ടേ? ഇത് അതങ്ങനെ എടുത്ത് വിഴുങ്ങി ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി. അതൊന്നും നോക്കണ്ട, കഴിച്ചത് മുഴുവനും വടിച്ചെടുത്ത് കഴിച്ചത്. എത്ര? കുറച്ചുകൂടി മുഴുവനും എടുത്ത് കഴിക്കത് വടിച്ച് കഴിക്കി. മതിയാ? ഇല്ല, ഒരു ആശ്വാസം തോന്നുന്നില്ലേ? എന്തേ? റീനു? റീനു? JK, just kidding. ദൈവമേ, ജയിക്കാന്റെ കാര്യം പറഞ്ഞോളൂ. ആദ്യം വിളിക്കുന്നുണ്ടല്ലോ. ആദി, സേഫ് അല്ലേ? ആ സേഫ് ആണ്.
ഞാനിപ്പോ സേലം കഴിഞ്ഞു. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. വെയിറ്റ് 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 വെയിറ്റ്, ആ ഷർട്ട് നല്ല പരിചയമുണ്ടല്ലോ. ഹു ഇസ് ദാറ്റ്? ഇത് സച്ചിൻ. നമസ്കാരം ചേട്ടാ. ഓ നോ, എന്റെ റിനു എന്ത് ഭാവിച്ചിട്ടാ? ആ വണ്ടിയിലെ ചങ്ങലുണ്ട് വേഗം വലിച്ചിട്ട് വല്ല കാട്ടിലോട്ട് പോയി ഓടി രക്ഷപ്പെടും. ഇവന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് സേഫ് അതാ. എന്താണോ ആദ്യം പാനിക്കാവല്ലേ? അവൻ എനിക്ക് മരുന്ന് കൊണ്ട് വന്നാ. മരുന്നോ? എന്നിട്ട് നീ ഇത് കഴിച്ചോ? ആ കഴിച്ചു. Shit, shit. Okay, do one thing. Go straight to the bathroom, put your finger inside and vomit it out. ആദ്യം ഒന്ന് കൂളാവ്. എന്നവിടെ സച്ചിനല്ലേ? വേണ്ട. സച്ചിൻ, നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് തോന്നുമല്ലോ. ആദ്യം നോൺസെൻസ് പറയാതെ. റീനു, റീനു. ഹലോ 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 ഹലോ. എടുത്തോണ്ട് പോടോ. കട്ടായി തോന്നുന്നു. ഇവനെന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കണത്? ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു മര്യാദ ഒക്കെ വേണ്ടേ? ഇത് റിലേഷൻഷിപ്പോ? ആർക്ക്? അപ്പൊ ഇല്ലേ? പക്ഷെ ഇതെന്ത് കഷ്ടമാണ്. ഓഫീസിലെ കുറെ പേര് എന്നെ ആദ്യം കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കാം. നീയും ഓഫീസിൽ അപ്പൊ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലേ? സച്ചിനെ ഒന്നാമത് എനിക്ക് വയ്യ. വെറുപ്പിക്കാണ്ടൊന്ന് പോയേ നീ. അമ്മേ, എടാ നീ എവിടെയാ? ഞാൻ ഒരു വർക്കില്ല. എന്തേ? എടാ എനിക്കൊരു 10,000 രൂപ വേണമായിരുന്നുടാ, ഒരു പോത്തുംകുട്ടീനെ മേടിക്കാനാ. 10,000? ആ, എന്റെ എവിടെന്നാ? അവളോട് ചോദിച്ചില്ലേ? അവളടുത്തില്ലാന്ന്. ഞാനേ വിളിക്കാം, ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, ഞാൻ ആ വിളിക്കാം. ശരി ശരി. എടാ നിനക്ക് കാശിനുള്ള അത്യാവശ്യം ഉണ്ടോ? ഏയ് അത്യാവശ്യമൊന്നുമില്ല. അമ്മയ്ക്കൊരു പോത്തൂട്ടിനെ മേടിക്കാനാണ്. അമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. 10,000 രൂപയ്ക്ക് പോത്തൂട്ടിനെ മേടിക്കും. 30,000 രൂപയ്ക്ക് എന്നിട്ട് അതിനെ തീറ്റിപ്പറ്റി 10,000 രൂപയ്ക്ക് തന്നെ വിറ്റൊലയ്ക്കും. അയ്യോ അതിപ്പോ നഷ്ടല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാ കാശിന് ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അച്ഛനോട് ചോദിച്ചാ പോരെ? അതിന് അവര് രണ്ടുപേരും വേണ്ടിയിട്ട് തന്നെ 1.5 കൊല്ലറ്റായില്ലേ. അണ്ടിപ്പിള്ളിക്കാവ് ഉത്സവത്തിൻ്റെ അന്നാണ് അവർ ലാസ്റ്റ് മിണ്ടുന്നത്. അതും ഇതേപോലെ എന്തോ അടിയിടാനായിട്ട്. അപ്പൊ അവര് മിണ്ടിക്കാണാൻ നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ? എൻ്റെ പൊന്നോളെ, മിണ്ടല്ലേ എന്നാണ് ആഗ്രഹം. മിണ്ടിക്കഴിഞ്ഞാൽ അപ്പടി ഉറപ്പാണ്. വീട്ടിൽ നിന്ന് വല്ല കല്യാണത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ രണ്ടാളും 2 വഴിക്കാണ് പുറത്തേക്ക് ഇറങ്ങുക. നീയേ എന്റെ പേരൻസിനെ കാണുമോനെ? എവിടെ? ഒരു സെക്കൻഡ്. ഇത് നോക്കി. ഈ ഗേറ്റ് തൂങ്ങി കിടക്കുന്നതാണ് എൻ്റെ അപ്പൻ. ഇത് മമ്മി. ഫ്രീ ടൈം കിട്ടുമ്പോ ഇവർക്ക് ഇതൊക്കെയാ പരിപാടി. എനിക്കിപ്പോ ശീലായി. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടാ. ഇതിനേക്കാളും വേദന എൻ്റെ അച്ഛനും അമ്മയാണ്. ഒരൊറ്റ അടിയൊന്നുണ്ടല്ലോ. എടാ നിന്റെയൊക്കെ നാക്കണ്ടല്ലോ, ഏത് നടുക്കട്ടിൽ കൊണ്ടിട്ടാലും അത് വെച്ച് തുഴഞ്ഞൊഴിഞ്ഞ് രക്ഷപ്പെട്ടോളൂ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. അതാ മരുന്ന് കഴിച്ചാൽ ഉറക്കം വരുമെന്ന് പാട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. തായോ കിടന്നു 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 കിടന്നാ എണീക്കുവോ? എന്താടി റീനൂസ്? കിടന്നു. ഈ പാട്ടിയൊക്കെ ഉള്ളതാണോ? റീനു, റീനു ഉറങ്ങിയ? എടി സത്യം പറഞ്ഞ നാട്ടിലേക്ക് പോകാനല്ല ഞാൻ വന്നത്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പബ്ബിലേക്കും പിന്നെ ഈ ട്രെയിനിലേക്കൊക്കെ ചാടി കയറിയത്. ഇത് നിനക്ക് ബോധമുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ എൻ്റെ അടുത്ത് ചാടിക്കടിക്കും. അതുകൊണ്ടാണ് ഉറക്കത്തിൽ പറഞ്ഞത്. റീനു, നീ ഇതുവല്ലതും കേൾക്കുന്നുണ്ടാ? സച്ചിനെ ആലോ എത്തി. അയ്യോ, ഞാൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മരുന്ന് കഴിച്ചോണ്ടാണോന്നറിയില്ല, ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ
ഞാൻ ഇറങ്ങട്ടെ. എടാ ആ താങ്ക്സ്. അയ്യോ, നോ മെൻഷൻ പ്ലീസ്. എടാ പിന്നെ ആ 23-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഫ്ലാറ്റിൽ ചെറിയൊരു ആഘോഷമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ നീ അമൽ എന്തായാലും വായോ. ആ അമൽ വന്നില്ലെങ്കിലും നീ എന്തായാലും വരണം. ആ എത്തിയിട്ട് മെസ്സേജ് അയക്കട്ടാ. ആ ബൈ ബൈ. ബൈ. ശരി.